ഒരു രാത്രി കൊണ്ട് ജീവിതം മാറിപ്പോയ ഒരു കുട്ടി. ആ കുട്ടിയുടെ കഥയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. രാത്രി പെയ്യുന്ന മതിയിൽ 15 വയസ്സുള്ള അപ്പു തൻ്റെ സ്വന്തം അമ്മയെ കാത്തിരിക്കുകയാണ് ചെറിയ ഓലമേഞ്ഞ കുടിലിൽ. അവൻ്റെ അച്ഛൻ മരിച്ചു. അവൻ്റെ അമ്മയാണ് ഏകാശ്രയം. അമ്മയാണ് അവൻ്റെ ജീവൻ. മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നു. അമ്മ ഇപ്പോൾ വരുമെന്ന പ്രതീക്ഷയിൽ അവൻ അവിടെ ഇരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അമ്മ ഇത്രയും വൈകുന്നതെന്ന് അവൻ്റെ കുഞ്ഞു മനസ്സ് ഭയം കൊണ്ട് വിറയ്ക്കുവാൻ തുടങ്ങി. അപ്പോഴാണ് അവിടേക്ക് ഒരു പോലീസുകാരൻ കടന്നു വരുന്നത്. പോലീസുകാരൻ പതുക്കെ അപ്പുവിൻ്റെ അരികിലേക്ക് ചെന്നു. അപ്പുവിനോട് പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, മോനെ, നിന്റെ അമ്മയ്ക്ക് ഒരു അപകടം പറ്റി. ഇപ്പോൾ ആശുപത്രിയിലാണ്. പോലീസുകാരൻ്റെ വാക്കുകൾ അപ്പുവിൻ്റെ ചെവിട്ടിലൂടെ കടന്നതോടെ ലോകം ഒരു നിമിഷത്തേക്ക് താഴെ വീണ പോലെയായി. അപ്പു പതിഞ്ഞ സ്വരത്തിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എവിടെ എവിടെ എവിടെയാണ് എൻ്റെ അമ്മ? ഏത് ആശുപത്രിയിലാണ് എൻ്റെ അമ്മ? അപ്പുവിൻ്റെ ശബ്ദം വിങ്ങിത്തളർന്നു. പോലീസുകാരൻ തലകുനിച്ചുകൊണ്ട് പതുക്കെ പറഞ്ഞു, പേടിക്കണ്ട. ആശുപത്രിയുടെ പേര് അദ്ദേഹം പറഞ്ഞു കൊടുത്തു. അപ്പു ഒന്നും ചിന്തിക്കാതെ മഴയത്ത് ആശുപത്രിയിലേക്ക് ഓടിപ്പോയി. ഓരോ ചൂടും അമ്മയെ എന്ന് വിളിച്ചുകൊണ്ട് മാത്രം. ആശുപത്രിയുടെ നേരിയ മഞ്ഞ വെളിച്ചം കണ്ടപ്പോൾ അവൻ്റെ ഹൃദയം തകർന്നു. അവൻ ആശുപത്രിയിലെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. എൻ്റെ അമ്മ എവിടെ എന്ന് കരഞ്ഞുകൊണ്ട് നേഴ്സിനോട് ചോദിച്ചു. നേഴ്സുമാർ അപ്പുവിൻ്റെ കണ്ണിലേക്ക് നോക്കിയപ്പോൾ അവർ എന്തോ പറയുവാൻ മടിച്ചു. പിന്നീട് ഒരു നേഴ്സ് മന്ദഗതിയിൽ കൈകൊണ്ട് കിടക്കയിലേക്ക് ചൂണ്ടിക്കാട്ടി. അപ്പു നീറുന്ന ഹൃദയവുമായി ആ കിടക്കയുടെ അരികിലേക്ക് ചെന്നു. അവിടെ എത്തിയപ്പോൾ മഴക്കാറ്റിൽ നനഞ്ഞ പൂ പോലെ നിശ്ചലമായി കിടക്കുകയായിരുന്നു അവൻ്റെ അമ്മ. അതെ, ഒരു രാത്രി കൊണ്ട് അപ്പുവിന് അവൻ്റെ അമ്മയെ നഷ്ടമായി. അപ്പുവിൻ്റെ ഹൃദയം ഒരു നിമിഷത്തേക്ക് തകർന്ന പോലെയായി. ഒരു വാക്കുപോലും സംസാരിക്കാതെ അമ്മയെ ചേർത്ത് പിടിച്ചു അവൻ പൊട്ടിക്കരഞ്ഞു. ആ രാത്രി അപ്പു ആ ലോകത്ത് തനിച്ചായി. ആശുപത്രിയിൽ അമ്മയുടെ നിശ്ചലമായ മുഖത്തിനരികിൽ അപ്പു ഇരുന്നു. വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് അമ്മയെ ചേർത്ത് പിടിച്ചു. അമ്മയെന്ന് ഉറക്കെ പൊട്ടിക്കരയുവാൻ തുടങ്ങി. അപ്പോഴാണ് അവിടെ അപ്പുവിൻ്റെ അരികിലിരിക്കുന്ന 3 ആളുകൾ മന്ദമായി സംസാരിച്ചത്. അവരുടെ ശബ്ദം മഴ പെയ്യുന്ന രാത്രിയുടെ മുറിയിലൂടെ അപ്പുവിൻ്റെ ചെവിയിൽ തട്ടി. അതെ, ആ കുട്ടിയുടെ അമ്മ കാറിടിച്ചതാണ്. അതും കേരളത്തിലെ തന്നെ സമ്പന്നനായ രാജേന്ദ്രപ്രസാദിൻ്റെ കാറാണ്. രാജേന്ദ്രപ്രസാദ് എല്ലാവരും ബഹുമാനിക്കുന്ന പണക്കാരനാണ്. വലിയൊരാൾ. അദ്ദേഹത്തിൻ്റെ കാറാണ് ഈ കുട്ടിയുടെ അമ്മയെ തട്ടിയത്. കാറിടിച്ചിട്ട് നിർത്താതെ അതിവേഗത്തിൽ പോകുകയായിരുന്നു. ആ വാക്കുകൾ കേട്ട നിമിഷം അപ്പുവിൻ്റെ ഹൃദയം ഒരു നിമിഷത്തേക്ക് നിന്നതുപോലെയായി. നിറകണ്ണുകളുമായി ഒരു നിമിഷം അവൻ തല ഉയർത്തി. അവൻ്റെ കണ്ണുകൾ ചുവന്നു. ശ്വാസം മുട്ടി. പക്ഷേ അവനൊന്നും പറഞ്ഞില്ല, ഒന്നും ചോദിച്ചില്ല. ആശുപത്രിയിൽ തണുത്ത വരച്ച നിലയിൽ അവൻ ഉറക്കെ പൊട്ടിക്കരഞ്ഞു. ആ കരച്ചിൽ ഒരു രാത്രി കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട കുട്ടിയുടെ കരച്ചിലായിരുന്നു. അങ്ങനെ അവൻ അമ്മയെ ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയുവാൻ തുടങ്ങി. അങ്ങനെ അമ്മയുടെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. അപ്പു ചെരുപ്പുകളൊന്നുമില്ലാതെ ക്ഷീണിച്ച ശരീരത്തോടെ തളർന്നു മനസ്സോടെ തന്നെ അവസാനമായി അമ്മയോടൊപ്പം താൻ താമസിച്ച ആ ചെറിയ കുടിലിലേക്ക് നടന്നു. അവിടെ ആഴ്ചകൾക്ക് മുൻപുള്ള അമ്മയുടെ ചിരിയും കളിയുമുണ്ട് എന്ന പ്രതീക്ഷയിൽ അവൻ അവിടേക്ക് പോകുകയാണ്, അമ്മയുടെ ഓർമ്മ നിൽക്കുന്ന ആ കുടിലിലേക്ക്. പക്ഷേ അവൻ അവിടെ ചെന്നപ്പോൾ അവിടെ കണ്ടത് ഞെട്ടിക്കുന്നതായിരുന്നു. മനസ്സ് നിറയ്ക്കുന്ന കാഴ്ചയായിരുന്നു അവൻ അവിടെ ആ വീട്ടിൽ കണ്ടത്. അതെ, അവൻ്റെ അമ്മയുടെ ഓർമ്മ നിൽക്കുന്ന സ്ഥലം ഇപ്പോൾ അവിടെയില്ല. അന്ന് പെയ്ത മഴയിൽ അവൻ്റെ ആ ചെറിയ കുടിലും തകർന്നു വീണിരുന്നു. ഒരു നിമിഷത്തേക്ക് അവൻ അവിടെയിരുന്ന് പൊട്ടിക്കരഞ്ഞു. സ്വന്തം അമ്മയുടെ ഓർമ്മ നിൽക്കുന്ന വീട് പോലും അവന് നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പു ഒരു കല്ലിനരികിൽ നിന്ന് മഴയോരത്ത് തകർന്ന വീട് നോക്കി തണുത്ത കാറ്റിൽ അവൻ്റെ ശരീരം വിറയ്ക്കുവാൻ തുടങ്ങി. അവൻ ഉറക്കെ അവിടെയിരുന്ന് പൊട്ടിക്കരയ്ക്കുകയാണ്. അമ്മയുടെ ചടങ്ങുകൾ കഴിഞ്ഞു വീട് പോലും നിലം പൊത്തിപ്പോയ ദൃശ്യം കണ്ടപ്പോൾ അപ്പുവിൻ്റെ കണ്ണുകളിൽ കരച്ചിലല്ല, തീ മാത്രമായിരുന്നു. അവൻ മനസ്സിൽ ഒരു വാക്ക് മാത്രം പറഞ്ഞു,
അമ്മയെ തകർത്തവനോട് എനിക്ക് പ്രതികാരം ചെയ്യണം. എൻ്റെ അമ്മയ്ക്ക് നീതി വേണം. മഴവെള്ളം തുള്ളുന്ന വസ്ത്രം ചേർത്ത് പിടിച്ച് അപ്പു നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് നടന്നു. അവൻ്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഹൃദയം വേദന കൊണ്ട് പിളർന്നു പോയിരുന്നു. അവൻ പോലീസ് സ്റ്റേഷനിലെത്തി ഓഫീസറുടെ മുന്നിൽ എത്തി പതുക്കെ പറഞ്ഞു, എൻ്റെ അമ്മയെ ഇടിച്ചത് രാജേന്ദ്ര പ്രസാദിൻ്റെ കാറാണ്. എനിക്കിപ്പോൾ തന്നെ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കണം. ഓഫീസർ ആദ്യം അവനെ അടിമുടി നോക്കി. പിന്നീട് ഒരു ഫോൺ കോൾ. ആ കോൾ കഴിഞ്ഞപ്പോൾ പോലീസുകാരൻ്റെ മുഖം മാറി. വാക്കുകൾ കടുപ്പമായി. കുട്ടിയെ, തെളിവില്ലാതെ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. നീ ചെറുപ്പമാണ്. നീ ഇപ്പോൾ പോകൂ എന്ന് പറഞ്ഞു. അപ്പു ഒരു നിമിഷം ഞെട്ടി. അവൻ്റെ ഉള്ളിൽ നിശ്ചലമായ ഒരു വേദന. അവൻ മനസ്സിൽ പറഞ്ഞു, പണം കൊണ്ട് നീതിയില്ലാതാക്കാൻ പോകുകയാണ് ഇവർ. അവനൊന്നും പറഞ്ഞില്ല. തലകുനിച്ച് സ്റ്റേഷനിൽ നിന്ന് നടന്നുപോയി. അന്ന് രാത്രി അപ്പു തെരുവിലിരുന്ന് കരഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ ഒരു മാധ്യമപ്രവർത്തകൻ, സാധാരണ വഴിയിൽ സംഭവങ്ങളൊക്കെ അന്വേഷിച്ച് നടക്കുന്ന ഒരാൾ, അപ്പുവിനരികിൽ നിൽക്കുന്നു. അപ്പുവിനെ അദ്ദേഹം ശ്രദ്ധിക്കുവാൻ തുടങ്ങി. അപ്പുവിൻ്റെ അരികിലേക്ക് ചെന്ന് പതുക്കെ ചോദിച്ചു, എന്താ മോനിങ്ങനെ വിഷമിച്ച് കരയുന്നത്? അപ്പു കരഞ്ഞുകൊണ്ട് തൻ്റെ അമ്മയുടെ മരണം മുതൽ പോലീസുകാർ തന്നെ നിരസിച്ചതും എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അവൻ്റെ ഓരോ വാക്കുകളും ആ റിപ്പോർട്ടർ ഹൃദയം കുത്തി. ഇതെല്ലാം ജനങ്ങളറിയണം, റിപ്പോർട്ടർ മന്ദമായി പറഞ്ഞു. അടുത്ത ദിവസം തന്നെ പത്രത്തിൻ്റെ മുൻപേജിൽ വാർത്ത വന്നു. സമ്പന്നനായ വ്യക്തിയുടെ കാറിടിച്ച് മരിച്ച സ്ത്രീ. പോലീസ് പരാതി സ്വീകരിക്കാതെ പിന്മാറി. കുട്ടിയുടെ ആരോപണം. അതുകണ്ട് ജനങ്ങൾ കോപിച്ചു. കേസ് ഒളിപ്പിക്കാൻ പോലീസിന് പറ്റാതെയായി. അങ്ങനെ കേസ് കോടതിയിലെത്തി. കോടതിയിൽ കീറിയ വസ്ത്രം ധരിച്ചു ചെരുപ്പ് പോലും ഇല്ലാതെ നീറുന്ന ഹൃദയത്തിൽ അപ്പു എത്തി. ഗവൺമെൻറ് അവനു വേണ്ടി ഒരു വക്കീലിനെ നിയമിച്ചിട്ടുണ്ടായിരുന്നു. പ്രായമായ, മുഖത്ത് വർഷങ്ങളുടെ പരിചയമുള്ള, കണ്ണുകളിൽ നീതിക്കുള്ള ഉറച്ച ദൃഢതയുള്ള ഒരു വക്കീലിനെയായിരുന്നു അപ്പുവിന് കിട്ടിയത്. വക്കീൽ അപ്പുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഇനി ഒറ്റയ്ക്കല്ല, ഞാനുണ്ട് നിൻ്റെ ഒപ്പം. അപ്പുവിൻ്റെ കണ്ണുകൾ ഇത് കേട്ടപ്പോൾ നിറഞ്ഞൊഴുകി. അവൻ്റെ അമ്മയ്ക്കായി, തനിക്ക് നഷ്ടപ്പെട്ട ജീവിതത്തിനായി ആദ്യമായി അവൻ്റെ മുൻപിൽ ചെറിയൊരു പ്രകാശം തെളിഞ്ഞതുപോലെ തോന്നി. അങ്ങനെ കോടതിയിൽ കേസ് വാദം തുടങ്ങി. കോടതിയിൽ നിശബ്ദത. എന്നാൽ മറുഭാഗത്ത് അപ്പു തൻ്റെ മനസ്സിലെ ഒരു ധൈര്യം കരസ്ഥമാക്കി അവിടെയിരിക്കുന്നു. അവൻ്റെ കണ്ണുകളിൽ ഇപ്പോൾ വിഷമമില്ല, നീതി നേടുവാനുള്ള തീ മാത്രമായിരുന്നു. കോടതി മുറിയുടെ ഇടതുവശത്ത് ഉയരെ വിലയേറിയ സൂട്ടിൽ രാജേന്ദ്ര പ്രസാദ് ഇരിക്കുന്നു. മുഖത്ത് കുറ്റബോധമോ തൊട്ട് തീണ്ടിയിട്ടില്ല, അഹങ്കാരം മാത്രം. രാജേന്ദ്ര പ്രസാദിന് ഈ കേസ് വെറും ഒരു അസൗകര്യം മാത്രം. രാജേന്ദ്ര പ്രസാദിന് വേണ്ടി വാദിക്കുന്നത് പേരുകേട്ട വക്കീൽ. രാജേന്ദ്ര പ്രസാദ് ഒരു നിമിഷം അപ്പുവിനെ നോക്കി. മുഖത്ത് ഒരു മാറ്റവുമില്ല. പശ്ചാത്താപമില്ല, ഭയമില്ല, നാണമില്ല, കുറ്റബോധമില്ല. എന്നാൽ പണം കൊണ്ട് എല്ലാം നേടുമെന്ന വിശ്വാസം മാത്രമാണ് അദ്ദേഹത്തിന് ഉള്ളത്. അപ്പ് കോടതി ബെഞ്ചിൻ്റെ വലതുവശം ചേർന്ന് ഇരുന്നു. അവൻ്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നീതിയുടെ മുൻപിൽ അവൻ തല ഉയർത്തി. അപ്പുവിന് വേണ്ടി വാദിക്കുന്ന വക്കീൽ അപ്പുവിനോട് പതുക്കെ പറഞ്ഞു, ഭയപ്പെടേണ്ട മോനെ, നീതി നിനക്ക് കിട്ടും. അങ്ങനെ കേസ് വാദം ആരംഭിച്ചു തുടങ്ങി. മുറി മുഴുവൻ നിശബ്ദമായി. അപ്പുവിൻ്റെ വക്കീൽ മന്ദഗതിയിൽ എഴുന്നേറ്റു പറഞ്ഞു, മൈ ലോഡ്, ഈ കുഞ്ഞി ഇന്നിവിടെ നിൽക്കുന്നത് തൻ്റെ അമ്മയ്ക്ക് നീതി കിട്ടുവാൻ വേണ്ടിയിട്ടാണ്. ഈ കേസ് വെറും ഒരു ആക്സിഡൻ്റ് അല്ല. അവഗണനയിൽ, പണത്തിൻ്റെ അഹങ്കാരത്തിൽ ഒരു നിരപരാധിയുടെ ജീവൻ നഷ്ടപ്പെട്ട സംഭവമാണ്. എന്നാൽ ഇതെല്ലാം കേൾക്കുമ്പോഴും രാജേന്ദ്ര പ്രസാദിന് ഒരു കുലുക്കവും ഉണ്ടായിരുന്നില്ല. ജഡ്ജി അപ്പുവിനെ വിളിപ്പിച്ചു. അപ്പു നിറകണ്ണുകളുമായി നടന്നു വന്നു. പതുക്കെ എല്ലാവരോടും കൂടി പറഞ്ഞു, നടന്നതെല്ലാം പറഞ്ഞു. മൈലോഡ്, എനിക്കിന്ന് വീടില്ല, അമ്മയില്ല, ആരുമില്ല. അപ്പുവിൻ്റെ കണ്ണുകളിൽ കണ്ണുനീർ മിന്നി. പക്ഷേ അവൻ നിർത്തിയില്ല. പിന്നെയും തുടർന്നു, എൻ്റെ പരാതി പോലീസ് പോലും വാങ്ങിയില്ല. എന്തുകൊണ്ട്? കാരണം പണമാണ്. മുറിയിലുള്ള എല്ലാവരും പോലീസിനെ നോക്കി. ജഡ്ജിയുടെ മുഖം കടുപ്പം കൊണ്ടു പോലീസിനെ നോക്കി. അപ്പു ഉറക്കെ വിളിച്ചു പറഞ്ഞു, എൻ്റെ അമ്മയെ കാറിടിച്ചത് ഇദ്ദേഹമാണ്, ഈ രാജേന്ദ്ര പ്രസാദ് എന്ന് പറയുന്ന ഇദ്ദേഹം. എന്നാൽ രാജേന്ദ്ര പ്രസാദിൻ്റെ മുഖത്ത്
ഒരു തരി ഭയമുണ്ടായിരുന്നില്ല. കുട്ടിയുടെ വാക്ക് കഴിയും മുൻപേ രാജേന്ദ്ര പ്രസാദിൻ്റെ വക്കീൽ എഴുന്നേറ്റ് നിന്ന് തല ഉയർത്തിക്കൊണ്ട് ഉറക്കെ പറഞ്ഞു, കുട്ടി പറയുന്ന സംഭവത്തിന് തെളിവൊന്നുമില്ലല്ലോ. കാർ വന്നതോ ദൃക്സാക്ഷികളോ ആരുമില്ല. പിന്നെ എങ്ങനെയാണ് ശിക്ഷിക്കപ്പെടുന്നത്? ആ വക്കീലിൻ്റെ വാക്കുകൾ മുറി മുഴുവൻ ചെറുചിരികളോടെ നിറഞ്ഞു. അപ്പുവിൻ്റെ വക്കീൽ എഴുന്നേറ്റ് പറഞ്ഞു, ഇതൊരു 15 വയസ്സുകാരൻ്റെ വേദനയാണ്. തെളിവില്ലെങ്കിൽ കൂടി കുട്ടി പറയുന്ന വാക്കുകൾ അവഗണിക്കരുത്. കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണം, കുറ്റക്കാരെ ശിക്ഷിക്കണം. എന്നാൽ ഇത് കേട്ടപ്പോൾ ജഡ്ജി മൗനം പാലിച്ചു. അദ്ദേഹം അപ്പുവിനെ നോക്കി പതുക്കെ പറഞ്ഞു, കുട്ടിയുടെ കണ്ണിൽ കള്ളമില്ല. പക്ഷേ നിയമം നിയമത്തിൻ്റെ വഴിയിൽ പോണം, തെളിവ് പോണം. ജഡ്ജി മന്ദമായി മേശയിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു, കേസ് അടിസ്ഥാന തെളിവുകൾക്ക് വേണ്ടി അടുത്ത ദിവസത്തേക്ക് മാറ്റിയിരിക്കുന്നു. അങ്ങനെ തെളിവിന് വേണ്ടി അപ്പുവിൻ്റെ വക്കീലും ആക്സിഡൻറ്റ് നടന്ന സ്ഥലത്തേക്ക് പോകുന്നു. അപ്പു വഴിയിൽ പോകുന്ന ഓരോരുത്തരോടും എടുത്തുള്ള കടക്കാരോടും എല്ലാം യാചിച്ചു. ആരെങ്കിലും ആക്സിഡൻറ്റ് കണ്ടവരുണ്ടോ എന്ന് കേണപേക്ഷിച്ചു. അങ്ങനെ കോടതി രണ്ടാമതും കൂടി. അപ്പു ശേഖരിച്ച തെളിവുകളും സാക്ഷികളും എല്ലാം ഹാജരാക്കി. ആദ്യത്തെ സാക്ഷിയെ വിളിച്ചു. അന്ന് ആക്സിഡൻറ്റ് കണ്ടുവെന്ന് പറഞ്ഞ ആ വൃദ്ധൻ. എന്നാൽ കോടതിയിലെത്തിയപ്പോൾ വൃദ്ധൻ പിന്നെ കള്ളസാക്ഷി പറഞ്ഞു. അപ്പുവിന് ഒന്നും മനസ്സിലായില്ല. രണ്ടാമത്തെ സാക്ഷിയെ വിളിച്ചു. അപകട സമയത്ത് നിങ്ങൾ വഴിയിലുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു വക്കീൽ. സാക്ഷി ഒന്നും പറയാതെ ചിരിച്ചു. ഇല്ലേ സാർ, ഞാൻ അന്നേ ദിവസം വീട്ടിലായിരുന്നു, ഒന്നും കണ്ടിട്ടില്ല എന്നായിരുന്നു രണ്ടാമത്തെ സാക്ഷിയും പറഞ്ഞത്. അപ്പുവിൻ്റെ കണ്ണുകളിൽ ആശങ്ക, വേദന, വഞ്ചന. അപ്പുവിൻ്റെ ഹൃദയം ഒരു നിമിഷം തകർന്നു. ജഡ്ജി ഒന്നും പറയാത്ത അവസ്ഥയിൽ അവിടെയിരുന്നു. അപ്പുവിനെ നോക്കി പറഞ്ഞു, കുഞ്ഞേ, നിന്റെ സാക്ഷികൾക്കോ ഒന്നും നിന്നെ പിന്തുണയ്ക്കുന്നില്ലല്ലോ. കേസ് മുൻപോട്ട് പോകുവാൻ ബുദ്ധിമുട്ടാണ്. അതെ, ആ സാക്ഷികളൊക്കെ പണത്തിൻ്റെ മുൻപിൽ കള്ളസാക്ഷി പറഞ്ഞിരിക്കുകയാണ്. അപ്പുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൻ എന്തു പറയണമെന്നറിയാതെ ആ കോടതിയിലിരുന്ന് പൊട്ടിക്കരഞ്ഞു. മറുവശത്ത് രാജേന്ദ്ര പ്രസാദ് താൻ വിജയിച്ചു എന്ന മട്ടിൽ മന്ദഹസിക്കുകയാണ്. അപ്പു പിന്നെയും അന്വേഷണം തുടങ്ങി. അപ്പുവിൻ്റെ കൂടെ അപ്പുവിന് സഹായിക്കുവാനായി അപ്പുവിൻ്റെ വക്കീലും കൂട്ടകൂടി. അപ്പുവിൻ്റെ വക്കീൽ അവനോട് പറഞ്ഞു, നീതി നിനക്ക് കിട്ടും. നമുക്ക് ആക്സിഡൻറ്റ് നടന്ന സ്ഥലത്തിൽ CCTVകളെല്ലാം പരിശോധിക്കാം. അവിടെ നിനക്ക് എന്തായാലും നീതി കിട്ടിയിരിക്കും. അങ്ങനെ അവർ ആക്സിഡൻറ്റ് നടന്ന സ്ഥലങ്ങളിലേക്ക് പോയി. ഹോട്ടൽ, ബാങ്ക്, ATM, മൊബൈൽ ഷോപ്പ്, ചെറിയ ബേക്കറി. പക്ഷേ ആരും അവർക്ക് CCTV ദൃശ്യങ്ങളോ ഒന്നും തന്നെ കൊടുത്തതില്ല. അപ്പു അവിടെ ഇരുന്ന് നിരാശയായി പൊട്ടിക്കരയുവാൻ തുടങ്ങി. എന്നാൽ അതേസമയം 30 വയസ്സുള്ള പാവപ്പെട്ട ഒരു യുവാവ് അവരുടെ അരികിലേക്ക് ചെന്നു. ശേഷം അദ്ദേഹം മന്ദഗതിയിൽ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട. എനിക്ക് എല്ലാം അറിയാം. ഞാൻ പത്രത്തിലെല്ലാം വായിച്ചിരുന്നു. നിങ്ങൾക്ക് വേണ്ട തെളിവ് ഞങ്ങളുടെ ബേക്കറിയിലുണ്ട്. ഞാൻ മുതലാളി കാണാണ്ട് അതൊരു പെൻഡ്രൈവിലാക്കി തരാം. അങ്ങനെ അന്ന് അപ്പുവിൻ്റെ അമ്മയെ വണ്ടിയിടിച്ച ആ ദൃശ്യം അദ്ദേഹം ബേക്കറിയിലെ മുതലാളി കാണാണ്ട് ഒരു പെൻഡ്രൈവിലാക്കി വക്കീലിനെ ഏൽപ്പിക്കുന്നു. അപ്പുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുവാൻ തുടങ്ങി. അങ്ങനെ പിന്നെയും കോടതിയിൽ വാദം തുടങ്ങി. ഇപ്രാവശ്യം അപ്പു വിജയത്തിൻ്റെ വക്കീലായിരുന്നു. അങ്ങനെ കോടതിയിൽ പിന്നെയും വാദം തുടങ്ങി. വീടില്ലാതെ ഒറ്റപ്പെട്ട 15 വയസ്സുകാരനായ ആ കുട്ടി, അമ്മ നഷ്ടപ്പെട്ട ആ കുട്ടി, ഇന്ന് രാജേന്ദ്ര പ്രസാദിന് കുറ്റം തെളിക്കുന്ന യഥാർത്ഥ തെളിവ് അവൻ്റെ കയ്യിലുണ്ട്. ആ പെൺഡ്രൈവ്. അപ്പു അങ്ങനെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ചെറിയ പെൺഡ്രൈവ് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അതിലവൻ്റെ ലോകം മുഴുവനുണ്ടായിരുന്നു. അമ്മയുടെ സത്യം, അമ്മയുടെ അവസാന നിമിഷം, രാജേന്ദ്ര പ്രസാദിൻ്റെ കുറ്റം, അങ്ങനെ എല്ലാതും. അങ്ങനെ വാദം തുടങ്ങി. ജനങ്ങൾ നിറഞ്ഞു, പത്രക്കാരും നിറഞ്ഞു. രാജേന്ദ്ര പ്രസാദ് ഇന്ന് മുൻപത്തേക്കാളും ഉറച്ച വിശ്വാസത്തോടെ വന്നിരുന്നു. മുഖത്ത് ചെറിയ പുഞ്ചിരിയും പരിഹാസവും. പക്ഷേ ഇന്ന് അവനറിയാതെ അവൻ്റെ മുൻപിൽ ഉയർന്നു നിന്നിരുന്നത് ഒരു കുട്ടിയല്ല, സത്യത്തിൻ്റെ തീപിടിച്ച ഒരു യോദ്ധാവാണ്. അങ്ങനെ അവൻ്റെ കേസ് നമ്പർ വിളിച്ചു. വക്കീൽ എഴുന്നേറ്റു. മൈ ലോർഡ്,
ഇന്ന് ഈ കേസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ഞങ്ങളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. കോടതി ഒരു നിമിഷം നിശബ്ദം. അങ്ങനെ വക്കീൽ പെൺഡ്രൈവ് കയ്യിലെടുത്തു. ഇത് അപകടം നടന്ന രാത്രിയിലെ യഥാർത്ഥ CCTV ദൃശ്യങ്ങളാണ്. മുറിയിലിരിക്കുന്ന എല്ലാവരും ഒരു നിമിഷത്തേക്ക് ഞെട്ടി. ജഡ്ജി വീഡിയോ ക്ലിപ്പ് പ്ലേ ചെയ്തു. പ്രൊജക്ടറിലൂടെ എല്ലാ ദൃശ്യങ്ങളും കണ്ടു. മഴയിലൂടെ റൂട്ടിലൂടെ പോകുന്ന രാജേന്ദ്ര പ്രസാദിൻ്റെ കാർ ഇടിച്ചിട്ട് നിർത്താതെ പോകുന്നതും അങ്ങനെ എല്ലാം കണ്ടു. CCTV വീഡിയോ അവസാനിച്ചതോടെ കോടതി മുറി പൂർണ്ണമായി നിശബ്ദമായി. അപ്പുവിൻ്റെ കണ്ണുകളിൽ ചൂടുള്ള കണ്ണുനീരിൻ്റെ പാടുകൾ. അവൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്നത് ഒരു വേദന മാത്രമായിരുന്നു, അമ്മയെ നഷ്ടപ്പെട്ട ദിനത്തിൻ്റെ ആ മുറിവ്. ജഡ്ജി സാവധാനം ചോദിച്ചു, കുഞ്ഞെ, നിനക്കെന്തെങ്കിലും പറയുവാനുണ്ടോ? അപ്പു എല്ലാവരും കേൾക്കുന്ന വിധത്തിൽ പതുക്കെ ഉറക്കെ പറഞ്ഞു, മൈ ലോർഡ്, അന്ന് ആ കാർ എൻ്റെ അമ്മയെ ഇടിച്ചപ്പോൾ ഒരു നിമിഷം പോലും നിൽക്കാതെ അവിടെ നിന്ന് പോയി. ഒന്ന് നിർത്തി എൻ്റെ അമ്മയെ ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാനുള്ള മനസ്സ് കാണിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ അനാഥയാകുകയില്ലായിരുന്നു. എൻ്റെ അമ്മ ജീവനോടെ ഉണ്ടായിരുന്നേനെ. അപ്പുവിൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ കോടതിയിൽ എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു. അപ്പു തുടർന്നു, ഒരു തവണ മാത്രം എൻ്റെ അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോകാമായിരുന്നില്ലേ അങ്കിൾ? എൻ്റെ അമ്മ ഇന്ന് എൻ്റെ ഒപ്പം ഉണ്ടാകുമായിരുന്നില്ലേ? അപ്പു ഇത് പറഞ്ഞുകൊണ്ട് ഉറക്കെ പൊട്ടിക്കരയുവാൻ തുടങ്ങി. മുറി മുഴുവൻ നിശബ്ദമായി. സുരക്ഷാ ജീവനക്കാരും പത്രക്കാരും ജനങ്ങളും വക്കീലും എല്ലാവരും കണ്ണുനീരോടെ. അവൻ്റെ ഓരോ വാക്കും ഹൃദയം കുത്തുന്നത് പോലെ തോന്നി. ജഡ്ജിയുടെ കണ്ണുകൾ വരെ നിറഞ്ഞു. അദ്ദേഹം പതുക്കെ പറഞ്ഞു, ഈ കുട്ടിയുടെ വാക്കുകളിൽ സത്യമുണ്ട്. അവൻ്റെ വേദന ഇത് ഒരു അപകടമല്ല, ഒരു ഗുരുതരമായ പാപമാണ്. ജഡ്ജി രാജേന്ദ്ര പ്രസാദിൻ്റെ കണ്ണുകളിലേക്ക് നേരെ നോക്കി. രാജേന്ദ്ര പ്രസാദ്, നിങ്ങൾ തെറ്റ് ചെയ്തു. നിങ്ങൾ ഇപ്പോൾ തന്നെ അതിന് ശിക്ഷ അനുഭവിക്കണം. നിയമപ്രകാരം നിങ്ങൾ ഈ കോടതിയുടെ മുൻപിൽ കുറ്റക്കാരനാണ്. നിങ്ങൾക്ക് ഞങ്ങൾ 10 വർഷത്തേക്ക് കഠിന തടവ് അനുവദിച്ചിരിക്കുകയാണ്. അതുമാത്രമല്ല, അപ്പുവിനുള്ള നഷ്ടപരിഹാരവും നിങ്ങൾ ഇതിൻ്റെ ഒപ്പം തന്നെ കൊടുക്കണം. മുറിയിലുടനീളം ഒരു വലിയ ശബ്ദം. പത്രപ്രവർത്തകർ എഴുന്നേറ്റു. ജനങ്ങൾ കൈയടിച്ചു. അപ്പു അവിടെ നിന്ന് തലകുനിച്ച് കരയുവാൻ തുടങ്ങി. ദുഃഖം കൊണ്ടല്ല, നീതി ലഭിച്ചതിൻ്റെ സന്തോഷത്തിൽ. വക്കീൽ അവൻ്റെ തോളിൽ കൈവച്ചു. അങ്ങനെ കാലം കടന്നുപോയി. അപ്പുവിൻ്റെ കണ്ണിലെ പഴയ വേദന ശക്തിയായി മാറി. അവൻ പഠിച്ചു, പുസ്തകങ്ങളോടൊപ്പം ജീവിച്ചു. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അപ്പു കോടതിയുടെ അകത്ത് വീണ്ടും കയറുന്നു. പക്ഷേ ഈ തവണ കീറിയ ഷർട്ടിൽ കണ്ണുനീരോടെ നിൽക്കുന്ന കുട്ടിയല്ല. കറുത്ത കോട്ട് ധരിച്ച് ഒരു ശക്തമായ ഒരു വക്കീലായി അവൻ മാറിയിരിക്കുകയാണ്. അതെ, അവനിപ്പോൾ ഒരു വക്കീലാണ്. വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ ജീവിതം തകർത്ത ആ സ്ഥലത്ത് ഇപ്പോൾ അവൻ മറ്റൊരു ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി വാദിക്കുകയാണ്.